ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ മറ്റൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. രവീന്ദ്രനും ശ്രുതിയും അതുപോലെ ചന്ദ്രയും സച്ചിയും രേവതി അവിടെ നിൽക്കാണ്. അങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രവീന്ദ്രൻ പറയാണ്, എന്തായാലും ദീപാവലി അല്ലേ വരുന്നത്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാളുടെയും കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടുള്ള ദീപാവലിയാണ് അത്. അതിൻ്റെ മുറ പോലെ തന്നെ നടക്കണം എന്നൊക്കെ പറയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും ഞാൻ ദീപാവലിക്ക് വേണ്ട പൈസയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് രവീന്ദ്രൻ പറയുമ്പോൾ നമ്മുടെ ശ്രുതി വേഗം തന്നെ പറയാണ്, വേണ്ട അങ്കിളെ, ഇപ്പം തന്നെ ഒരുപാട് പൈസയൊക്കെ ചിലവായിട്ടിരിക്കല്ലേ, അങ്കിളുടെ ഓപ്പറേഷനും കാര്യങ്ങൾക്കും എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അങ്കിള് ആ ഒരു കാര്യമൊന്നും ചിന്തിക്കേണ്ട, ഞങ്ങൾക്ക് പൈസ ഒന്നും വേണ്ട എന്ന് ശ്രുതി പറയാണ്. അപ്പോൾ ചന്ദ്രയ്ക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്. ചന്ദ്ര പറയുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച്, കണ്ടാ എൻ്റെ മരുമകൾ പറഞ്ഞത് കേട്ട, എൻ്റെ മരുമകൾ അവൾക്ക് പൈസ വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങളുടെ ബുദ്ധിമുട്ടും ഈ വീടിൻ്റെ ബുദ്ധിമുട്ടും മനസ്സിലാക്കി ജീവിക്കുന്നവളാണ് എൻ്റെ മരുമകൾ എന്ന് പറയാണ്. അതേ സമയത്ത് നമ്മുടെ രേവതിയെ ഇങ്ങനെ ഇടക്കണ്ണിട്ട് നോക്കിയിട്ടാണ് ഇത് പറയുന്നത്. രേവതി ഒന്നും മിണ്ടാതെ നിൽക്കാണ്. ആ സമയത്ത് പറയാണ് രവീന്ദ്രൻ, അത് ശരിയാവില്ല മോളെ, എല്ലാവർക്കും ഞാൻ പൈസ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പൈസ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സച്ചിക്ക് അതിനോട് എതിർപ്പ് കാണിക്കുകയാണ്. അപ്പോൾ സച്ചിയോട് അച്ഛൻ സംസാരിക്കുമ്പോൾ പിന്നെ സച്ചിക്ക് വേറെ എതിർക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ പൈസ കൊടുത്തിട്ട് എല്ലാവരുടെയും ഷോപ്പിങ്ങിനൊക്കെ പോകാൻ പറയാണ്. സച്ചിയും രേവതിയും പുറത്തേക്ക് പോവുകയാണ്. ദീപാവലിക്ക് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് രേവതിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ദീപാവലിക്ക് ഡ്രസ്സ് വാങ്ങാൻ ഷോപ്പിങ്ങിൽ പോണ സമയത്ത് സച്ചി ഇടയിൽ വെച്ചിട്ട് പറയാണ്, നീ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നീ വീട്ടിലേക്ക് വന്നാൽ മതി, ഞാൻ പോവാണ് ഓട്ടത്തിനെന്ന് പറഞ്ഞ് വഴിയിൽ ഇറക്കി വിടുന്നുണ്ട്. അപ്പോൾ രേവതി പറയാണ്, അങ്ങനെയാണോ നമ്മളെ അച്ഛൻ അങ്ങനെ ചെയ്യാനാണോ പറഞ്ഞത്, ഞാൻ എന്നാൽ അച്ഛൻ ഇപ്പം തന്നെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ഭീഷണിപ്പെടുത്താണ്. അപ്പോൾ ആ സമയത്ത് വേണ്ട, അച്ഛനെ വിഷമിപ്പിക്കേണ്ട, വാ നടക്ക് എന്ന് പറഞ്ഞിട്ട് രേവതിയും സച്ചിയും കൂടി ഷോപ്പിങ്ങിൽ പോവാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് എന്താ വേണ്ടത് മേഡം എന്ന് അടുത്തൊരു ബോയ് ചോദിക്കുകയാണ്. അപ്പോൾ സാരിയാണെന്ന് പറയുന്നുണ്ട്, കോട്ടൺ സാരി. അങ്ങനെ സാരിയുടെ സെക്ഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ രേവതി സച്ചിയോട് പറയാണ്, ഒന്നിങ്ങോട്ട് വായോ, ഇഷ്ടപ്പെട്ടവരെണ്ണം എനിക്ക് സെലക്ട് ചെയ്ത് തായോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയാണ്, പിന്നെ നിനക്കതല്ല പണി, നിനക്ക് വേണമെങ്കിൽ എടുത്താൽ മതി എന്ന് പറഞ്ഞ് മാറി അങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണ്. തൻ്റെ ഫോണിലും നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതേ സമയത്ത് ആ ബോയ് ആണെങ്കിൽ ഓരോ സാരി എടുത്തിട്ട് രേവതിയുടെ ഇങ്ങനെ ദേഹത്ത് ഇങ്ങനെ വെച്ച് നോക്കുകയാണ്, തോളിൽ ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ സാരി എടുക്കുമ്പോഴും ആ പയ്യൻ പറയാണ്, ഇത് ചേച്ചിക്ക് നന്നായി ചേരുന്നുണ്ട്, ഇത് നല്ല ഭംഗിയുണ്ട് ചേച്ചി, ഇത് ചേച്ചി കളറുള്ളത് കൊണ്ട് ഇത് ചേച്ചി നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഓരോ സിനിമാ നടിമാരെ പേരിങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോ സാരി വെക്കുമ്പോഴും പറയാണ്, ചേച്ചി ഈ സിനിമാ നടിയെ പോലെയുണ്ട്, ചേച്ചി അതിനെ പോലെയുണ്ട്, ഇതിനെ പോലെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൻ്റെ കൈ രേവതിയുടെ തോളിൽ ഇങ്ങനെ സാരി ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ടാണ് അതൊക്കെ ഇങ്ങനെ പറയുന്നത്. അതൊക്കെ തന്നെ സച്ചി ഇടക്കണ്ണിട്ട് നോക്കി നിൽക്കുകയാണ്. സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്, ഇടപെടാനും പറ്റില്ല. കാരണം അങ്ങനെ സച്ചി ഇങ്ങനെ കുറച്ചു നേരം ഇവൻ്റെ ഈ ഒരു ഇത് കാണുമ്പോൾ ദേഷ്യത്തോട് നിൽക്കുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ രേവതിയുടെ അരികിലേക്ക് സച്ചി വന്നിട്ട് പറയാണ്, കുറേ നേരമായല്ലോ നോക്കാൻ നിൽക്കണത്, കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിരുന്ന ഒരു സാരി എടുത്തിട്ട് അവളുടെ ദേഹത്ത് വെച്ചിട്ട് ഇത് മതി, ഇതെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് വേഗം എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ രേവതി കാര്യം മനസ്സിലായി. രേവതി ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ആ സാരിയും എടുത്തിട്ട് ഇങ്ങോട്ട് പോരാണ്. അപ്പോൾ ആ സമയത്ത് ആ പയ്യനോടായിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഏതൊക്കെ സിനിമാ നടികളുടെ പേര് അവരൊക്കെ വെച്ചിട്ട് നീ ഉപമിക്കുന്നുണ്ടല്ലോ, എൻ്റെ ഭാര്യയുടെ ദേഹത്തൊന്നും നീ തൊടാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് അയാളോടായിട്ട്. അപ്പോൾ രേവതി സോറി ഇട്ടാ, ഒന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട് ആ സാരി എടുത്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഷർട്ട് എടുക്കണ്ടേന്ന് ചോദിക്കുകയാണ് രേവതി. എനിക്ക് ഷർട്ടൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. അത് ശരിയാവില്ല, അച്ഛൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഷർട്ട് എടുക്കണമെന്ന്, അതുകൊണ്ട് എന്തായാലും എടുത്തേ തീരൂ എന്ന് പറഞ്ഞിട്ട് രേവതി ഷർട്ട് എടുക്കാൻ സച്ചിയും കൊണ്ട് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ പയ്യനോടായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഷർട്ട് എടുക്കാൻ മുകളിലേക്ക് പോകുന്നുണ്ട്, നീ അവിടേക്ക് വന്നു പോകരുത്, നിന്നെ അവിടെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങനെ വേഗം സച്ചി മുകളിൽ പോയി ഡ്രസ്സും അതുപോലെ അവർക്ക് രേവതിയുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാവർക്കും ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രേവതി നമ്മുടെ സച്ചിയെ നോക്കി ചിരിക്കുകയാണ്. നീ എന്തായാലും ചിരിക്കുന്നത്, ഈ 32 പല്ലും കാണിച്ചിട്ട് വല്ല പരസ്യമുണ്ട് എവിടെയെന്ന് ചോദിക്കുകയാണ് സച്ചി. അപ്പോൾ പറയുന്നുണ്ട്, അതെ എനിക്ക് മനസ്സിലായി, ആ കടയിൽ വെച്ചിട്ട് ആ പയ്യൻ എൻ്റെ ദേഹത്ത് ഇങ്ങനെ സാരി വെച്ചത് കൊണ്ട് നിങ്ങൾക്ക് അസൂയമായി, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് സത്യത്തിൽ നിങ്ങൾ ആ പയ്യനോട് ദേഷ്യപ്പെട്ടതെന്ന് പറയുന്നുണ്ട്.
അങ്ങനെയൊന്നുമില്ല എന്ന് സച്ചി പറയണം. എനിക്ക് മനസ്സിലായി മനുഷ്യ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ പലിശക്കാരൻ്റെ ഗുണ്ടകൾ വന്നിട്ട് സച്ചിയുടെ കാറ് തടഞ്ഞു നിർത്തുന്നത്. അങ്ങനെ അതിൽ നിന്ന് 3 ഗുണ്ടകൾ, ഒരു ഓട്ടോയിലാണ് അവർ വന്നത്, അതിൽ നിന്ന് 3 ഗുണ്ടകൾ ഇറങ്ങി വരികയാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാടാ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇങ്ങനത്തെ ആള് പറഞ്ഞിട്ട് വന്നതാണെന്ന് പറയാണ്. അപ്പോൾ ഞാൻ അതിന് ഒരാഴ്ചയിലെ പലിശ മാത്രം അടയ്ക്കാനുള്ളൂ എന്ന് പറയുമ്പോൾ അതൊന്നും ഞങ്ങൾക്കറിയില്ല, കാറ് പിടിച്ചുകൊണ്ട് വരാനാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് സച്ചിയും അവരും ചെറിയൊരു വാക്കുതർക്കൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും സച്ചിക്ക് അത് എതിർത്ത് നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ കാറും കൊണ്ട് അവർ പോവുകയാണ്. അങ്ങനെ അവരൊരു കാര്യം പറയുന്നുണ്ട്, പലിശ അടയ്ക്കാത്തത് കൊണ്ടല്ല, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കൈവച്ചില്ലേ, തല്ലാൻ വേണ്ടി കൈവച്ചില്ലേ, ആ ഒരു വാശിയാണ് അയാൾ ഇപ്പോൾ തീർക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം വന്ന് കണ്ട് കാറ് വാങ്ങിക്കാൻ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ടാണ് കാർ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ സച്ചി രേവതിയോട് പറയുന്നുണ്ട്, ഇപ്പം സമാധാനമായില്ലേ, നീ കാരണം ആ ആധാരം എവിടെ വെച്ചിരിക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ട് എൻ്റെ സ്വന്തം കാറ് നഷ്ടപ്പെട്ടു, ഇപ്പം ദേ വാടക കാറും പോയി, ഒക്കെ നിന്നെ കൊണ്ടാണെന്ന് പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ സച്ചി രേവതിയും ഓട്ടോയിൽ വന്ന് രേവതിയുടെ വീട്ടിൽ വന്നിറങ്ങാണ്. അങ്ങനെ എല്ലാവരും വലിയ സന്തോഷത്തിൽ വന്ന് അവരെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഡ്രസ്സൊക്കെ എടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, ഇതേ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് ഉണ്ട് അമ്മയെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രേവതി ഭക്ഷണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ രേവതി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി നോവിക്കുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച്. രേവതി സച്ചിയെ മാറ്റി നിർത്തിയിട്ട് പറയാണ്, അതെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ അത് എൻ്റെ വീട്ടിൽ വെച്ച് പറഞ്ഞാൽ മതി, ഇവിടെ വന്നിട്ട് ഇവരോടൊന്നും പറയാൻ നിൽക്കണ്ട, ഇവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്തായാലും ആ കാറിൻ്റെ കാര്യത്തിനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി രേവതിയോട് യാത്ര പറഞ്ഞ് കാറിൻ്റെ കാര്യത്തിന് വേണ്ടി ആ പലിശക്കാരനെ കാണാൻ പോവാണ്. അങ്ങനെ അവിടെ എത്തുമ്പോൾ അയാൾ സച്ചിയെ അങ്ങോട്ട് കടത്തി വിടാതെ അയാളുടെ ഗുണ്ടകൾ തടഞ്ഞു നിർത്താണ്. പക്ഷേ സച്ചി എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അയാളോട് പറയാണ്, എൻ്റെ കാർ എനിക്ക് വേണം, ഒരാഴ്ചയിലെ പലിശ അല്ല അത് ഇന്നാ എന്ന് പറഞ്ഞിട്ട് പലിശ കൊടുക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അതുകൊണ്ടല്ല നീ എന്നോട് ചെയ്തത്, എത്ര ആൾക്കാരെ മുന്നിൽ വെച്ച് നീ എന്നെ അപമാനിച്ചില്ലേ, അതുകൊണ്ട് നീ എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ട് വേണമെങ്കിൽ കാർ എടുത്തുകൊണ്ട് പൊക്കോ എന്ന് പറയാണ്. അപ്പോൾ സച്ചി അതിനനുവദിക്കുന്നില്ല. സച്ചി പറയാണ്, നിങ്ങളോട് മാപ്പ് പറയാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, നിങ്ങൾ എൻ്റെ അച്ഛനെ അനാവശ്യം പറഞ്ഞത് കൊണ്ടാണ്, എൻ്റെ അച്ഛൻ മരണപ്പെട്ട് പോയാലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചത് കൊണ്ടാണ്, അതിന് ഞാൻ നിങ്ങളെ കയ്യേക്കില്ല, നിങ്ങളെ തല്ലെന്നെ ചെയ്തേനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാൽ നീ പോവാൻ നോക്കിക്കോ, നിൻ്റെ കാറും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ നിൽക്കുകയാണ്. അങ്ങനെ ഒരു നിവൃത്തിയുമില്ലാതെ സച്ചി അവിടെ നിന്നും ആൾക്കാർ എല്ലാവരും കൂടിയിട്ട് പുറത്താക്കുകയും ചെയ്യുന്നുണ്ട്. സച്ചി വളരെ വിഷമത്തോടു കൂടി തന്നെ തിരികെ വരികയും ചെയ്യുകയാണ്. അങ്ങനെ തിരികെ വരുന്നത് നല്ല കുടിച്ച് ഫിറ്റായിട്ടൊക്കെയാണ് തിരികെ വരുന്നത് രേവതിയുടെ വീട്ടിലേക്ക്. അങ്ങനെ രേവതിയുടെ വീട്ടിലേക്ക് നല്ല ഫിറ്റിൽ വരുമ്പോൾ രേവതിക്ക് ആകെ നാണക്കേടാവാണ്. അപ്പോൾ മുകളിലേക്ക് കയറി ചെന്നിട്ട് ഭക്ഷണം എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മ, രേവതിയുടെ അമ്മ. അപ്പോൾ എനിക്കിപ്പോൾ ഭക്ഷണം വേണ്ട അമ്മയെന്നൊക്കെ പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ വേണ്ട, എൻ്റെ അച്ഛന് വിഷമാവും, എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറഞ്ഞ് ഭക്ഷണമൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഈ രേവതി ചെയ്ത ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾ കാരണം എൻ്റെ അച്ഛൻ ഇവിടെയായി, അതായത് പോലീസ് സ്റ്റേഷനിലായി, എൻ്റെ അച്ഛൻ അറ്റാക്ക് വന്ന എല്ലാത്തിനും കാരണം ഇവളാണ്, ഇവളെ ഞാൻ അത്ര അധികം സ്നേഹിച്ചിട്ട് ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ എന്നൊക്കെ ചോദിച്ച് വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രേവതിയെ. അങ്ങനെ ഭക്ഷണമൊക്കെ ഒരു വിധത്തിൽ കഴിച്ച് പായസമൊക്കെ കുടിച്ച് ഒരു പായൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവിടെ കിടന്നുറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ വീട്ടിൽ ശ്രുതി ഇങ്ങനെ ദീപാവലിക്ക് വേണ്ട കാര്യത്തിന് ഒരുങ്ങിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ശ്രുതിയുടെ അമ്മ വിളിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ കോള് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ റൂമിൻ്റെ വാതിലടച്ചിട്ട്, അമ്മ നിങ്ങൾ എന്തിനാ ഇപ്പം എന്നെ വിളിച്ചതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. എൻ്റെ അരികിൽ ശ്രുതി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരു പക്ഷേ ഇത് എടുക്കാൻ പറ്റൂലായിരുന്നു, പിന്നെ ആരാ വിളിച്ചതെന്നൊക്കെ ശ്രുതി എന്നോട് ചോദിക്കില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ, മോളെ ഇപ്പം അവനുണ്ടോ അരികിലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാണ്. അപ്പോൾ എന്തായി മോളെ, ഇന്ന് ആദ്യത്തെ ദീപാവലി അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട പൈസ ഒക്കെ ഞാൻ ഇട്ട് തന്നിട്ടുണ്ട് അമ്മേ, ഡ്രസ്സൊക്കെ എടുത്തില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഉവ്വ മോളെ, ഞാൻ ആദ്യയുടെ കയ്യിൽ കൊടുക്കാം, ആദ്യക്ക് മോളോട് സംസാരിക്കണം എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ശരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദ്യം സംസാരിക്കുകയാണ്. ആൻറ്റി എപ്പോഴാണ് ഇങ്ങോട്ട് വരാം, ആൻറ്റിയെ കാണാൻ എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് വിഷമമാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല മോനെ എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ അടുത്ത മാസം മോൻ്റെ അരികിലേക്ക് വരാം, എനിക്ക് മോനെ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ ശ്രുതി പറയാണ്. അപ്പോൾ മോന് ഡ്രസ്സ് എടുത്ത് തന്നില്ലേ അമ്മാമ്മ എന്ന് ചോദിക്കുമ്പോൾ എടുത്തു തന്നു ആൻറ്റി എന്ന് പറയാണ്. എന്തായാലും ഞാൻ മോനക്ക് വേണ്ട അടുത്ത മാസം മോനെ കാണാൻ വരാട്ടെ, അമ്മാമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കുക എന്ന് പറയുമ്പോൾ അമ്മ ഡ്രസ്സ് എടുത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോളെ ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞു, എനിക്ക് ഇഷ്ടം പോലെ
ഡ്രസ്സ് ഉണ്ട്, അതൊക്കെ മതി, കഴിഞ്ഞ കൊല്ലത്തൊക്കെ ഇരിക്കുകയാണെന്ന് പറയുമ്പോൾ അത് ശരിയാവില്ല, അമ്മ ഡ്രസ്സ് എടുക്കണം എന്തായാലും എന്ന് പറഞ്ഞ് ശ്രുതി അമ്മയെ നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയോടായിട്ട് അമ്മ പറയാണ്, മോളെ ഞാൻ മോളുടെ അക്കൗണ്ടിലേക്ക് ഒരു 10,000 രൂപ ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് എന്തിനാ അമ്മയ്ക്ക് എവിടുന്ന പൈസ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മോള് തന്നത് പൈസ തന്നെയാണ്, പല പ്രാവശ്യമായിട്ട് മോള് അമ്മയ്ക്ക് തന്ന പൈസ ഞാൻ ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചതാണ്. ആദ്യത്തെ ദീപാവലി അല്ലേ, നീയും നിന്റെ ഭർത്താവും ഡ്രസ്സൊക്കെ എടുക്കണം, എന്തായാലും മോൾക്ക് കാര്യങ്ങളൊന്നും നടത്താൻ ആരും ഇല്ലല്ലോ, അപ്പോൾ അതാരോടും പറയാനൊന്നും നിൽക്കണ്ട, പിന്നെ പൈസയൊക്കെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ദീപാവലിക്ക് ആഘോഷിച്ചോളൂ എന്ന് പറയാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല അമ്മയെന്ന് പറയുന്നുണ്ട്. അത് സാരില്ല മോളെ എന്ന് പറയാണ്. അങ്ങനെ ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് ഞാൻ വരാട്ട അമ്മയുടെ അരികിലേക്ക് എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ സച്ചി അതിരാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ ഒരു ബോധവും ഇല്ല. കാരണം നല്ല തലവേദനയൊക്കെ ആയിട്ടാണ് എഴുന്നേൽക്കുന്നത്, തലേദിവസം കുടിച്ച് ഫിറ്റായതിന്. അങ്ങനെ നേരെ വന്നിട്ട് അമ്മയോട് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല, എൻ്റെ സ്വന്തം കാറ് പോയി, വാടക കാർ എനിക്ക് നഷ്ടപ്പെട്ടു, അതുകൊണ്ട് എനിക്ക് പറ്റിപ്പോയതാണെന്ന് പറയുമ്പോൾ സാരില്ല മോനെ എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് രേവതിയുടെ അമ്മ പറയാണ്. അപ്പോൾ ആ സമയത്ത് അതായത് രേവതിയുടെ സഹോദരൻ തലയിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കണം, അങ്ങനെ ഒരു ആചാരമുണ്ട് അതിൽ. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ തലയിൽ ആരോ എണ്ണ ഒഴിക്കേണ്ട എനിക്കിഷ്ടമല്ല, എൻ്റെ തലയിൽ എൻ്റെ അച്ഛമ്മ എണ്ണ ഒഴിക്കുന്നതാണ് എനിക്കിഷ്ടമെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒഴിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും സച്ചി ശരിക്കും. അപ്പം ചായ ഗ്ലാസ് വരിയിലുണ്ടായിരിക്കും, എണ്ണയിൽ പാത്രം അവിടെ ഇരിക്കലുണ്ടായിരിക്കും. പെട്ടെന്ന് ചായ ഗ്ലാസ് എടുത്തിട്ട് തലവഴി ഒഴിക്കുകയാണ് സച്ചി. അപ്പം രേവതിയൊക്കെ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നിരുന്ന അവർ പറയാണ്, അയ്യോ അത് ചായയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അവിടെ നിന്ന് എണ്ണ എടുത്ത് വീണ്ടും തലയിലൊക്കെ ഒഴിക്കുകയാണ്. അതിനുശേഷം അവിടെ ഒരു മോതിരം എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ കൊടുക്കുകയാണ്. ഇത് ഡ്രസ്സൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു മോതിരം എടുത്തിട്ട് രേവതിയുടെ അമ്മ രേവതിയുടെ സഹോദരൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, ശരത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് അണിഞ്ഞു കൊടുക്ക് ചേട്ടൻ എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് മോതിരമാണെന്ന് പറയുന്നുണ്ട്. വേണ്ട ഒരു മോതിരവും വേണ്ട, ഒരു മാല തന്നെ നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഞാൻ കഴുത്തിൽ അണിഞ്ഞിട്ട്. അതിന് കിട്ടിയ മറുപടി അത് ഏത് രീതിയിലായെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, എനിക്ക് വേണ്ട, ആ മോതിരം ഇവൾക്ക് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. ആർക്ക്? രേവതിയുടെ അനിയത്തിക്ക് കൊടുക്കാൻ പറയാണ്, ദേവുവിന്. അപ്പം ആ സമയത്ത് അത് വേണ്ട മോനെ, ഇതിങ്ങനെ ഒരു ചടങ്ങുണ്ടെന്ന് പറയുമ്പോൾ എനിക്കൊരു ചടങ്ങും വേണ്ട, ഇവൾക്ക് കൊടുത്തു, ഇവൾക്ക് സ്വർണത്തിനോടൊക്കെ വലിയ താല്പര്യമാണ്, ഇവള് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളും, എനിക്കൊന്നും തരണ്ട എന്ന് പറഞ്ഞ് സച്ചി ആ മോതിരം നിരസിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു വീഡിയോ, അങ്ങനെയൊക്കെ ഒരു ഭാഗം നമുക്ക് ഉടനെയൊക്കെ തന്നെ എപ്പിസോഡിൽ കാണാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.